ദൈവമേ, മൃഷ്ടാന്ന ഭോജനം, മനസമാധാനം, ഉദീഷ്ടകാര്യസിദ്ധി, തള്ളയുടെ വായത് നല്ല വർത്തമാനം, ഇതൊക്കെയുള്ള ദിവസമായിരിക്കണേ ഇന്ന്. അതാരാണ്? ആടാ ഈ വീട്ടിൽ കയറാം. ഏത് വീട്? എടാ ഇവിടെ കേറണ്ട, പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. ഇവിടെ നമുക്ക് വേറെ ഏതെങ്കിലും വീട്ടിൽ കയറാം. ഞാനൊരു 5-6 കൊല്ലം മുന്നേ പിരിവിന് വന്നതാ. ആ തള്ള ഒന്നും തരത്തിലെന്ന് മാത്രമല്ല വളവളാന്ന് വർത്താനം പറഞ്ഞ സമയവും മെനക്കെടുത്തു. വെറുതെ കയറണ്ട. എടാ കൂടുതലൊന്നും വേണ്ട, ഒരു 100 രൂപ കിട്ടിയ അതായില്ലേ. മുന്നോട്ട് വെച്ച കാല് പിന്നോട്ടില്ല. നീ കേറിയത് പണ്ട്, ഞാൻ കേറുന്നത് ഇപ്പൊ. നീ വാ, എങ്ങനെയാണ് ആന്റിമാരെ ഡീൽ ചെയ്യുന്നതെന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. 100 തരാൻ ഉദ്ദേശിച്ചവർ 500 തരും. വാ ഇങ്ങോട്ട്. എന്തേലും ആവട്ടെ, പെട്ടെന്ന് നടക്ക്. നോക്കി നോക്കി നോക്കി, ഇതേ പട്ടി ഇറങ്ങണ. പട്ടിയോ? ആയിക്കോട്ടാ, വാലാട്ട്. ഇത്രേ ഉള്ളു പട്ടി. എടാ എല്ലാരെയും കൈകാര്യം ചെയ്യാൻ പഠിക്കണം. ഇവനല്ല, ഇവന്റെ അച്ഛൻ ഡോബർമാന് വരെ ഞാൻ വീഴ്ത്തും. ഡോബർമാനാന്നോ എന്റെ അച്ഛൻ? ഓമ്പടാ, അപ്പൊ ഞാൻ ആരാ മോൻ? കോളിംഗ് ബെല്ലടിക്ക്. അടിക്കില്ലേ. എടാ പിരിവിന് വരുമ്പോ ചില രീതികളുണ്ട്. പിരിവുകാര് കോളിംഗ് ബെൽ അടിക്കാറില്ല. പകരം ദേ കണ്ടോ, ചേച്ചിയേ, ചേട്ടോയ്, ചേട്ടാ, ചേച്ചിയേ. അതാ വരുന്നേ. ആരാണാവോ ഈ നേരം? അതേ വന്നു. എന്നാ പിള്ളേരെ? ചേച്ചി നമസ്കാരം. ഓണമൊക്കെ അല്ലേ വരുന്നത്. അയിന് കണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, അയിനി എന്ന് ചോദിക്കുമ്പോഴേ അറിയാം ഒരു ഗണ എവിടെ നിന്ന് കിട്ടാൻ പോണില്ലെന്ന്. ചോദിക്കേണ്ട പോലെ ചോദിച്ചാ കിട്ടേണ്ടത് കിട്ടും. നീ നോക്ക് ഞാൻ എങ്ങനെയാ ഇത് ഹാൻഡിൽ ചെയ്യണത്. അതെ ചേച്ചി, ഞങ്ങളെ ഓണാഘോഷ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് ചേച്ചിയെയും കുടുംബത്തെയും ഒക്കെ പരിപാടിക്ക് ക്ഷണിക്കാനും ഞാൻ ചെറിയൊരു സഹായം ചോദിക്കാനും ഒക്കെയാണ് വന്നത്. ഇത് വെറും ഓണാഘോഷ പരിപാടിയൊന്നുമില്ല. ന്യൂ സ്റ്റാർ മാസ് ഓണം 2026 അതാണ് പരിപാടി. ഇതുമായി ബന്ധപ്പെട്ട ചില പിരിവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വന്നതാണ്. ഭയങ്കരം തന്നെ. ഇവൻ കുറെ ബന്ധപ്പെടുന്നുണ്ടല്ലോടാ. വല്ല നടന്നാ മതിയായിരുന്നു. അതെ ചേച്ചി, ഞങ്ങളങ്ങനെ എല്ലാവരുടെ വീട്ടിലേക്കൊന്നും പോകാറില്ല. ചേച്ചിയെ പോലെ ആഢ്യന്മാരായ ആളുകൾ മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഞങ്ങള് ചേച്ചിയുടെ വീട്ടിൽ മാത്രം കയറിയത്. അതിന് അപ്പുറത്തെ വീടുകളിലെ കാശ് കൊള്ളത്തില്ലേ? അല്ല, അവിടെയും കേറും. പക്ഷെ ഇന്ന് ആദ്യം ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആകട്ടെ കൈനീട്ടം എന്ന് വിചാരിച്ചു. നിങ്ങളെ ഇവിടുത്തെ ക്ലബ്ബുകാരാണ്. ഞങ്ങള് നോട്ടീസ് കൊടുക്കറ. ചേച്ചി, ന്യൂ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് മടലുംകുഴി പ്രോഗ്രാം നോട്ടീസ്. അത് അപ്പുറത്തെ പഞ്ചായത്തല്ലേ, നീക്ക് അവിടെ നിന്ന് പിരിച്ചാ പോരെ. ഈ രാജ്യം മുഴുവൻ പിരിക്കണ എന്തിനാണ്? അയ്യോ ചേച്ചി, നമുക്ക് ആ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് അങ്ങനെ ഒന്നുമില്ല. മാവിന്റെ നാട്ടില് മനുഷ്യരെല്ലാരും ഒന്നല്ലേ, നമ്മളൊക്കെ ഒന്നായിരുന്നില്ലേ? അന്നൊക്കെ എല്ലാവരും ഒരു പഞ്ചായത്ത് ഒരു വാർഡല്ലായിരുന്നാ. ആഹാ, മഹാവീര് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന. ചേച്ചിയുടെ അടുത്ത് ആവാജ. ചേച്ചി കുടുംബസമേതം പരിപാടിക്ക് വരണം, എല്ലാ പരിപാടിയും കാണണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. അത്രയുള്ള അനുഗ്രഹമൊക്കെ ഇപ്പൊ തന്നെ തന്നേക്കാം. നന്നായി വാ. ചേച്ചി അനുഗ്രഹം മാത്രം പോരാ, എന്തെങ്കിലും സംഭാവനയാ? അല്ല, ഉള്ളത് പോലെ തന്നാ മതി ചേച്ചി. 500 1000 മതി. 500 രൂപയാ? ആഹാ, അതിന് മാത്രം എന്നാ പരിപാടിയാണ്? നോട്ടീസിലുണ്ട് ചേച്ചി. അങ്ങനെ വായിന്ന് വരത്തില്ലേ? അതെ ചേച്ചി, ഞാൻ പറയാം. ഓട്ട മത്സരം, ചാട്ട മത്സരം, മിഠായി പെറുക്ക്, പിണ്ടിയെ കയറ്റം, അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അതിനെന്തിനാടാ പിരിക്കണത്? നിങ്ങളോടുണ്ട്, ഞാൻ എന്തിനാ കാഴ്ച തരുന്നത്? ചേച്ചി, ഇത് ആർക്കും പങ്കെടുക്കാൻ സമ്മാനമുണ്ട്. സോപ്പ് പെട്ടി,
പിന്നെ റൊട്ടിക്കടിയുണ്ട്. പെണ്ണുപിടിയാ? പെണ്ണുപിടിയല്ല, റൊട്ടിക്കടി. ഇങ്ങനെ ബണ്ണൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് കൈ പുറകെ കെട്ടി ഇങ്ങനെ ചാടി കടിക്കത്തില്ലേ? ഈ ബണ്ണ് മിഠായിയൊക്കെ മേടിക്കണ്ടേ, അതായത് കുറെ ചെലവല്ലേ. പട്ടികടി മത്സരം ഉണ്ടോ? ആ അതൊന്നുമില്ല. എന്നെ അങ്ങനെ ചോദിച്ചത്. അതിനെ കൊണ്ടുപോയിക്കോ. ഇരിക്കണണ്ടില്ലേ? ആരെങ്കിലും വന്നാ കൊരക്കത്തുമില്ല, കടിക്കത്തുമില്ല. തിന്നുക ഉറങ്ങുക. ഇത് തന്നെ പരിപാടി. അയ്യോ ഇവൻ നല്ല പട്ടിയല്ലേ. ഇവൻ കുറയ്ക്കാത്ത കൊണ്ടല്ലേ ഞങ്ങൾ അകത്തോട്ട് കയറി വന്നത്. അത് തന്നെയാ ഞാനും പറഞ്ഞത്. ഇവിടെ ഒരു പ്രയോജനവും ഇല്ലെന്ന്. ആവശ്യത്തിന് കൊരക്കത്തും ഇല്ല, ഇരിക്കണണ്ടില്ലേ? ഓ, ഈ തള്ള രാഷ്ട്രീയക്കാരെക്കാളും കഷ്ടമാണല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞാൻ മിടുക്കനാണെന്ന്. ഇന്ന് കാലു മാറി പാരട്ട തള്ള. ഞാൻ മിടുക്കനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വിറങ്ങും പോയി കിടക്കാതെ വീടിന്റെ ഉമ്മർത്ത് വന്ന് കിടക്കണത്. അല്ലെങ്കിലും ഇക്കാലത്ത് നല്ലതൊന്നും ചെയ്യാൻ പാടില്ല. ഇനി ഇപ്പുറത്തോട്ടില്ല, അല്ലേ ഇനി ഇവര് എന്നെ അപമാനിച്ചങ്ങ് ഇല്ലാതാക്കും. അല്ല പിള്ളേരെ, ഈ കടി കിട്ടാത്ത പെണ്ണ് നിങ്ങൾ എന്ത് ചെയ്യും? ഈ റൊട്ടിക്കടിയിലേ കടി കിട്ടാത്ത പെണ്ണെ നിങ്ങൾ എന്തോ ചെയ്യുമെന്ന്. ബാക്കി വരുന്ന പെണ്ണ് കമ്മിറ്റിക്കാര്. കമ്മിറ്റിക്കാര് തിന്നുമല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ കാശ് കൊടുത്താൽ മതി. അയ്യോ, കമ്മിറ്റിക്കാരെ ഇതിനകത്തൊന്നുമില്ല. കമ്മിറ്റിക്കാരായ ഞങ്ങൾ അത് പാവങ്ങൾക്ക് കൊടുക്കും. ഏത് പാവങ്ങൾക്ക്? ഞങ്ങളും നീലക്കാടുകാരാ. ഓ, നമ്മുടെ ഇവിടെ ആരും കൊണ്ട തന്നിട്ടില്ലേ? അയ്യേ, ഇത് എന്നാ തള്ളേ ഇത്? ഞാൻ അപ്പോഴേ പറഞ്ഞത് ഈ വീട്ടിൽ കയറണ്ട നിനക്കല്ലായിരുന്നോ ഇല്ലാത്ത ചൊറിച്ചില്. എന്തായാലും വന്നതല്ലേ, ഞാൻ കാശ് മേടിച്ചിട്ടേ പോകും. നീ മേടിക്കും. ചേച്ചി ഒന്നും പറഞ്ഞില്ല. ഞാൻ എന്ത് പറയാ? നിങ്ങ പരിപാടി നടത്തും പിള്ളേരെ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ ഒരു തടസ്സത്തിനും പന്നില്ല. അതല്ല ചേച്ചി, സംഭാവന ഞങ്ങളുടെ കന്നി വീടാണ്. പന്നി വീടാ? അല്ല, ആദ്യത്തെ പിരിവിന് കയറുന്ന വീടാ. വെറും കൈയോടെ മടങ്ങിയ ഞങ്ങൾക്കും ചേച്ചിക്കും ഇത് ദോഷമല്ലേ. അത് മാത്രമല്ല, ഈ മഹാബലി തമ്പുരാന്റെ ഒരു കാര്യത്തിനാകുമ്പോ ദോഷം വരുത്തരുതല്ലോ. അതാ അങ്ങനെ. എന്നാ അവിടെ നിക്ക്, ഞാൻ എന്തെങ്കിലും തരാം. കണ്ടാടാ നമ്മൾ പിടിക്കുമ്പോ മർമ്മം നോക്കി പിടിക്കണം. മർമ്മത്ത് പിടിച്ചാ ആരും വീഴും. അല്ലേ ഞാൻ വീഴ്ത്തും. 500 എഴുതിക്കോ. ആരുടെ കയ്യിലാ രസീത്? രസീത് 500 എഴുതിക്കോ. അവര് കാശ് തന്നിട്ട് എഴുതിയാ പോരെ? നീ എഴുതണ്ടാ, അവര് കാശ് തരും. കീറടാ. കീറി. ഇത് വെച്ചോ. 10 ഗുണവായ. 5 എടുത്തിട്ട് 5 ബാക്കിതാ. രാവിലെ വന്നതല്ലേ, വെറുങ്കയോടെ മടക്കറ വെക്കണെങ്കിലേ. ഇപ്പൊ 10 ഇല്ലേ? തന്നത് കീറിയ നോട്ടും. അല്ല ചേച്ചി, 5 പറയും. എന്നാ 10 വെച്ചോ. 10 രസീത് തന്നേരെ. കൊള്ളാം. 10 രൂപയ്ക്കൊക്കെ എങ്ങനെയാണ് ഈ രസീത് എഴുതുന്നത്? അതിനാ 10 രൂപ എന്ന് എഴുതിയാ പേന തെളിയത്തില്ലേ? എന്നാ അല്ലേ വേണ്ട. അതെ, വേണ്ടെന്ന്. എന്ത് വേണ്ടെന്ന്? നീ ആദ്യം പറഞ്ഞിട്ട് എഴുതി കീറിയ 500 490 നീ തരണം. ഞാനാ? അല്ലേ ഞാൻ തന്നെ. നീ പറഞ്ഞിട്ടാണ് ഞാൻ എഴുതിയത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ കീറണ്ട അവരാശം വന്നിട്ട് എഴുതിയാൽ മതി എന്ന്. നീ പറഞ്ഞിട്ടില്ല അവൻ എഴുതിയത്. നിങ്ങൾ കൂപ്പൺ ഒന്നും ഇറക്കണല്ലേ പിള്ളേരെ? കൂപ്പണ്ട് എടുക്കട്ടെ. 50 രൂപയാ. എന്തൊക്കെയാണ് സമ്മാനം? ഒന്നാം സമ്മാനം 5 കിലോ അരി. സ്പോൺസേഡ് ബൈ പ്രാഞ്ചിയേട്ടൻ അടിക്കട, നനജനംകുഴി. കാഞ്ചിയേട്ടൻ ഒരു പരസ്യമാവട്ടെ. ഒരു സമ്മാനമേ ഉള്ളോ? അല്ലല്ല, ഇനിയുണ്ട്. 2ാം സമ്മാനം കുപ്പൻ ഹെയർ കട്ടിംഗ് സലൂണില് ഫ്രീ മുടിവെട്ട് 1 തവണ. 3ാം സമ്മാനം ഹോട്ടൽ ആശ്വാസം ചായക്കടയിൽ നിന്ന് 3 പരിപ്പുവട, 2 പാൽച്ചായ, 1 പാലും വെള്ളം. ചേച്ചിക്ക് എത്ര കൂപ്പൺ വേണം? എന്നാ അതിന് കൂപ്പൺ താ. ഏതിന്? ഞാൻ തന്ന കാശിനെ കൂപ്പൺ തരാൻ. അത് 10 ഉള്ളൂ. എന്നാ ഞാൻ മാത്രമല്ലല്ലോ 10 രൂപ തന്നത്. 10 20 ഒക്കെ തന്ന കുറെ ആൾക്കാരുണ്ടാവൂലേ? അല്ലേ ഇനി തരുന്നവരും കാണും. അതിനൊന്നും നിങ്ങൾ രസീതൊന്നും കൊടുക്കാറില്ലല്ലോ. ഉണ്ടാ? അപ്പൊ നിങ്ങളുടെ പേന തെളിയത്തില്ല. ഈ കാശൊക്കെ കയ്യിലുണ്ടാവുമല്ലോ. അതിലെ 40 രൂപയും കൂടി ഇട്ട് 50 രൂപയും ചേർത്ത് ഒരടിക്കണ കൂപ്പണിങ്ങതാ. രസീതിന് പേന തെളിഞ്ഞില്ലേലും വേണ്ട. എന്നാ പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണേ. കൂപ്പൺ തന്നിട്ട് അടുത്ത വീട്ടിൽ പോയി പിരിക്കാൻ നോക്ക്. അപ്പുറത്തെ വീട്ടിൽ പോയി പിരിക്കുക. അവിടെ ഗൾഫുകാരാ. ചൊല്ല്. 50ന്റെ കൂപ്പൺ 10 കൊടുത്താ അതെങ്ങനെ ശരിയാകൂറ? അതൊക്കെ ശരിയാകും പിള്ളേരെ. വേഗം കൂപ്പൺ തന്നിട്ട് അടുത്തടുത്ത് പിരിവിന് പോവും. കാശ് കുറെ ഉണ്ടാക്കേണ്ടതല്ലേ. വേഗം ആട്ടെ. കൊടുക്ക്. അപ്പൊ ഇതും കൂടി ചേർത്ത് 540. കേട്ടല്ലേ? ഇനി പോകാമല്ലോ അല്ലേ? ബാ നടക്ക്. ഞാൻ ആദ്യം വെച്ച കാലം അത് പൊറോട്ട എടുത്തു. മക്കളെ ഇങ്ങോട്ട് നോക്കിക്കേ. ഹാപ്പി ഓണം.